കണ്ടോ ക്ലൈമറ്റ് കണ്ടോ? അതെ ഭയങ്കര തണുത്ത്. ഇപ്പൊ ഏകദേശം ഒരു മണിയാണ് സമയം ഗൈസ്. പക്ഷെ ഞാനൊക്കെ ഇവിടെ സെറ്റർ ഇട്ടോ നിന്നു. തണുപ്പ് സഹിക്കാൻ പറ്റുന്നുണ്ട്. എന്താ തണുപ്പ്, നല്ല തണുപ്പ്. നല്ല പെട്ടയ്ക്കണ മീനാ. പെട്ടയ്ക്കുന്ന മീൻ ഇപ്പൊ പടച്ചോണ്ടിരിക്കും അല്ലേ? മുളക് ചുട്ടരച്ച ചമ്മന്തി. അത് ചമ്മന്തി എങ്ങനെ ടേസ്റ്റ് നോക്കിയേ? നോക്കി കൊള്ളാം. എല്ലാ മരങ്ങളും വീണുപോയി ആ കാറ്റില്. ഓക്കെ, നല്ല ഭംഗിയുള്ള വാഴയിലാണേ. നല്ല രസമുണ്ട് കാണാൻ. അതാ മാറുന്നുണ്ടോ? മാറി വരുന്നുണ്ടേ ഇലയുടെ കളറ്. ചെമ്പാവ് പുന്നെല്ലിൻ ചോറ്, നിന്റെ മുത്താഴം മിന്നുന്ന മുല്ലപ്പൂ ചിരിയോ, തനതിന്ത താനാതിന്ത താനാതിന്ത തിന്തിന്നോ, തനതിന്ത താനാതിന്ത താനാതിന്ത തിന്തിന്നോ. നമ്മള് പൊതിച്ചോറ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നല്ല കളർഫുൾ ആണ് തോന്നുന്നു എനിക്ക്. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ആദ്യമായിട്ട് പറയാൻ പോകുന്നത് നമ്മളൊരു പുതിയൊരു പാട്ട് നമ്മൾ വന്നിട്ടുണ്ട്, നമ്മുടെ ചാനലിൽ വന്നിട്ടുണ്ട്. എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. കാണാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് പോയി കാണണം കേട്ടോ. അതായത് ഒരു ഡിവോഷണൽ സോങ് ആണ്, അയ്യപ്പനെ കുറിച്ച് ചെയ്തതാണ്. പക്ഷേ ഇതൊരു ഡിവോഷണൽ എന്താ പറയാ, വേറെ ആത്മീയമായിട്ടുള്ളൊരു ചാനലാണെന്ന് ചോദിച്ചാൽ ഒരിക്കലുമല്ല. ഇത് പക്കായിട്ട് എന്താ പറയാ, ഞങ്ങളുടെ ഫാമിലി വ്ളോഗും ശ്രീയേട്ടനൊരു അതായത് താല്പര്യപ്രകാരം മാത്രം ചെയ്തൊരു സോങ് ആണ്. അത് ഭയങ്കര ആഗ്രഹം തോന്നി ചെയ്തേ ഉള്ളൂ. അതെ അതെ. അപ്പൊ എന്തായാലും നിങ്ങൾ അത് കാണണം. എന്നിട്ട് എന്താ പറയുക, ഇത് കാണുന്ന എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ട്യൂൺ എങ്ങനെയുണ്ട് നിങ്ങൾ നോക്കുക. എന്നിട്ട് കേട്ടിട്ട് നല്ലതാണെങ്കിൽ നല്ലതാണെന്ന് പറയണം, മോശമാണെങ്കിൽ മോശമാണെന്ന് തന്നെ പറയണം കേട്ടോ. കാരണം ഇനിയിപ്പം അല്ലെങ്കിൽ ഈ പണി നമുക്ക് നിർത്തിയിട്ട് വേറെ എന്തെങ്കിലും തുടങ്ങാനോ അല്ലേ? അപ്പൊ എന്തായാലും നിങ്ങൾ അത് ഒന്ന് കാണണം. ഇതിന്റെ പേര് മാമല സന്നിധി. ആൽബത്തിന്റെ പേര് മാമല സന്നിധി. ഇത് എഴുതിയേക്കുന്ന വയലാർ ശരത്ചന്ദ്രവർമ്മ സാറാണ്. പാടിയിരിക്കുന്നത് ശ്രീയുടെ സ്വന്തം ചേട്ടൻ ശ്രീകാന്തേട്ടനാണ് പാടിയിരിക്കുന്നത്. അവരുടെ തന്നെ സ്വന്തം റെക്കോർഡിംഗ് സ്റ്റുഡിയോ ശ്രീമീഡിയെന്നാണ് ഇത് നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുള്ളത്. ചേട്ടനൊക്കെ തൃപ്പൂണിത്തുറയാണ് സെറ്റിൽഡ്. പിന്നെ കോറസ് കേട്ടല്ലോ, അതിൽ കോറസ് പാടിയിരിക്കുന്നത് ശ്രീയേട്ടനും കൂടിയാണ്. അതെ അതെ അതെ, കുറച്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ മണ്ഡലാലം ഒക്കെ കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ അങ്ങനെ നോക്കരുത്. അപ്പൊ അത് കാണണം, പോയി കാണണം. കണ്ടിട്ട് ശ്രീയേട്ടൻ ചിലപ്പോൾ ചെയ്തു വരും കേട്ടോ. അതെ, പിന്നെ അതിന്റെ കുറച്ച് ഷോർട്സുകളൊക്കെ ഞങ്ങൾ ഇടുന്നുണ്ട് കേട്ടോ. ആ ആൽബത്തിന്റെ കുറച്ച് ഷോർട്സുകളും വരും ദിവസങ്ങളിലൊക്കെ ഇടുന്നുണ്ട്. അപ്പൊ എന്തായാലും നിങ്ങൾ അത് നോക്കണം, കേട്ടിട്ട് അഭിപ്രായം പറയണം. പിന്നെ അതുപോലെ തന്നെ ഇന്നത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ എടുക്കുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ, ക്ലൈമറ്റ് കണ്ടോ? ഭയങ്കര തണുത്ത്. ഇപ്പൊ ഏകദേശം ഒരു മണിയാണ് സമയം ഗൈസ്. പക്ഷെ ഞാനൊക്കെ ഇവിടെ സെറ്റർ ഇട്ടോ നിന്നു. തണുപ്പ് സഹിക്കാൻ പറ്റുന്നുണ്ട്. എന്താ തണുപ്പ്, നല്ല തണുപ്പല്ലേ? ഓ സത്യം. ഇതാണ് ക്ലൈമറ്റ് ഇവിടുത്തെ. ഞാൻ അച്ഛനെ വിളിച്ചപ്പോ പറഞ്ഞത് ഈ സമയത്ത് അവിടെ നല്ല ചൂടാണെന്ന് പറഞ്ഞു. ഇവിടെ നല്ല തണുപ്പാ. എവിടെ? മലപ്പുറത്ത് നല്ല ചൂടാണെന്ന് പറഞ്ഞു. ഇവിടെ നല്ല തണുപ്പാ. അപ്പൊ ഇന്നത്തെ ഇന്നെന്താ സ്പെഷ്യൽ? ഇന്ന് സ്പെഷ്യൽ വെച്ചാൽ ഞാൻ പൊതിച്ചോറ് ഉണ്ടാക്കിയിട്ടുണ്ട് ഗൈസ്. പരീക്ഷണമാണ്. അതില് തോരൻ വരുന്നുണ്ട്, പിന്നെ നല്ല മീൻ ഫ്രൈ സൂപ്പർ, പിന്നെ വരുന്നത് എന്താ ചമ്മന്തി, നല്ല നല്ല മുളക് ചുട്ടര ചമ്മന്തി വരുന്നുണ്ട്. വേറൊന്നും കൂടി ഉണ്ട്. നല്ല സ്ലേറ്റ് എന്തായിരുന്നു? ഓംലെറ്റ് ഉണ്ട്. അപ്പൊ ഇന്ന് തകർക്കുമല്ലോ. അപ്പൊ എന്തായാലും പൊതിച്ചോറ് നമുക്ക് ഒന്ന് കഴിച്ചു നോക്കാം അല്ലേ? അതെ, എല്ലാവർക്കും അതല്ല, കേരളത്തിലുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് പൊതിച്ചോറ്. ഭയങ്കര ഇഷ്ടം എല്ലാവർക്കും. പൊതിച്ചോറ് കഴിക്കാനായിട്ട് ഓരോ കടയിൽ പോകുന്നത്. അപ്പൊ വീട്ടിൽ നമ്മൾ ഉണ്ടാക്കി നോക്കാം. അപ്പൊ എന്തായാലും ഈ തണുപ്പത്ത് ഹൈ റേഞ്ചില് പൊതിച്ചോറ് ഒന്ന് നോക്കാം. അതെങ്ങനെ മേക്ക് ചെയ്യുന്നത് നമുക്ക് അത് ജസ്റ്റ് ഒന്ന് കണ്ടാലോ? പെട്ടയ്ക്കുന്ന മീൻ ഇപ്പൊ പടച്ചോണ്ടിരിക്കും അല്ലേ? ഇതെന്നാ മീനാണെന്നറിയോ? ഇത് മത്തിയല്ല, അയലയല്ല, വേറെന്തോ ഒരു മീനാണ്. എനിക്ക് പക്ഷെ നല്ല മീനാന്ന് പറഞ്ഞു, വറക്കാൻ നല്ല മീനാന്ന് പറഞ്ഞു. അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം. വേറെന്താ? തോരൻ. ഓ എന്താ രസം കാണാൻ തന്നെയല്ലേ. ഞാൻ ഉണ്ടാക്കിയത് പറയല്ലോ കേട്ടോ. അല്ല, ഒരു രക്ഷയില്ല. ഇത് കഴിച്ചു നോക്കിട്ട് ഞങ്ങളല്ല പറയേണ്ടത് നല്ലതാണോ? പക്ഷെ കാണുമ്പോ തന്നെ നല്ല സൂപ്പർ തോന്നണില്ലേ? അപ്പൊ മീനായി, തോരനായി, പിന്നെ ചമ്മന്തി. മുളക് ചുട്ടരച്ച ചമ്മന്തി. അത് ചമ്മന്തി എങ്ങനെ ടേസ്റ്റ് നോക്കിയേ? നോക്കി ഓംപ്ലേറ്റ് ഇതാ ഞാനിങ്ങനെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഇൻഗ്രീഡിയൻസ് ഒക്കെ. പക്ഷെ അത് പൊരിച്ചെടുക്കണം. ഓംപ്ലേറ്റ് ഒക്കെ പടപടപടാന്ന് ഇങ്ങനെ അടിക്കണം അല്ലേ? അതെ. അപ്പൊ ഇതെല്ലാം കൂടെ സെറ്റ് ചെയ്ത് വാഴയിലേക്കകത്ത് പൊതിയും. വാഴയില വെട്ടാം ഗൈസ്. ഒരാൾ ഇവിടെ വാഴയില വെട്ടാൻ പോകുന്നുണ്ട്. നമുക്ക് പുറകെ പിന്നാലെ ഫോളോ ചെയ്യാം. ഇത് നമ്മുടെ തൊടിയിൽ നിന്ന് തന്നെ നമ്മളെടുത്ത് നല്ല ഫ്രഷ് വാഴയില വെട്ടാൻ പോവുകയാണ്. പിന്നെ ഈ ശ്രീയേട്ടനൊരു പ്രത്യേക
ഒരു ജീവിയാണ്. കാരണം ഈ മരത്തിലൊക്കെ കയറി നല്ല പരിചയമാണ്. വാഴയുണ്ട് ഇതിന് കയറേണ്ട ആവശ്യമില്ല, വെട്ടിയാൽ മതി. നോക്കട്ടെ. ആ ഓക്കെ, അത്യാവശ്യം വലിപ്പം. വലിപ്പമുള്ളത്. അത്ര വേണം. നോക്കട്ടെ. ഓക്കെ. ഒരാൾക്കുള്ളതായി. ഓക്കെ, നെക്സ്റ്റ് വൺ. ഗൈസ്, ഇവിടെ കുറച്ച് ദിവസമായിട്ട് ഭയങ്കര കാറ്റായിരുന്നേ. ആ കാറ്റിൽ കുറേ മരങ്ങൾ ഒടിഞ്ഞു പോയിട്ടുണ്ട്, വാഴ ഉൾപ്പെടെ എല്ലാം ഒടിഞ്ഞു പോയി. 2 ദിവസം കറണ്ട് ഉണ്ടായിരുന്നില്ല ഇവിടെ. എല്ലാ മരങ്ങളും വീണുപോയി ആ കാറ്റിൽ. ഓക്കെ. നല്ല ഭംഗിയുള്ള വാഴയിലാണേ, നല്ല രസമുണ്ട് കാണാൻ, നല്ല കിളിപ്പച്ച കളറ്. നമ്മളെ 3 പേരാ ഉള്ളത്. അതെ, ഞാനും ശ്രീയാനും പപ്പയും. അപ്പൊ നെക്സ്റ്റ് വൺ, മൂന്നാമത്തെ. നോക്കട്ടെ. അയ്യോ, അത് ഇതായി പോയോ? പിന്നെ ഗൈസ്, നമ്മുടെ ഈ വാഴയിലേക്ക് ഒന്ന് പ്രത്യേകം നോക്കണേ. ഫുള്ള് കണ്ടു ഇങ്ങനെ ഒരു വെട്ട് പോലെ ഇങ്ങനെ വന്നിട്ട് ഈ കുരങ്ങന്മാരെന്ന് വെച്ചാണ്ട് ഒരു വാഴയില പോലും വെറുതെ വിടല്, എല്ലാം നശിപ്പിച്ചിട്ടുണ്ട്. ഒക്കെ ചാടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് അല്ല, ശ്രീയാടിനൊരു ആ വംശത്തിൽ പെടുന്ന ആളാണെങ്കിലും ഈ കുരങ്ങന്മാരെല്ലാം ഇതെങ്ങനെ ആക്കും. പിന്നെ ഉണ്ടല്ലോ ഇതില് മതിയാ? ഓ താങ്ക് യു. അതാ മാറുന്നുണ്ടോ? മാറി വരുന്നുണ്ടേ ഇലയുടെ കളറ്. അത് കറക്റ്റ് നിക്കാനിരിക്കും, അല്ലെങ്കിൽ പൊട്ടിപ്പോ. ഇല പൊട്ടിപ്പോ. അല്ലെങ്കിൽ ഈ പണ്ടേ പ്ലാസ്റ്റിക് ഇല്ലല്ലോ, പ്ലാസ്റ്റിക് ഒന്നും ഇല്ലല്ലോ, അതിന് പകരം പണ്ട് ഈ ഇലയായിരുന്നു. ഓ അങ്ങനെയാണല്ലേ അപ്പൊ ഇതിലോട്ട് വന്നത്. അപ്പൊ നേരെ വിളമ്പോ അല്ലേ? അടിപൊളി. അപ്പൊ ഗൈസ്, ചെമ്പാവ് പുന്നെല്ലിൻ ചോറ്, നിന്റെ മുത്താഴം മിന്നുന്ന മുല്ലപ്പൂ ചിരിയോ, തനതിന്ത താനാതിന്ത താനാതിന്ത തിന്തിന്നോ, തനതിന്ത താനാതിന്ത താനാതിന്ത തിന്തിന്നോ. ചമ്മന്തി നല്ല വറുത്തത്. അടുത്തത് നമ്മുടെ തോരൻ. അടിപൊളി. ലാസ്റ്റ് നമ്മുടെ ഓംലെറ്റ്, എപ്പോഴും മലയാളികളുടെ എന്നത്തെയും ഫേവറേറ്റ് ഓംലെറ്റ്. സെറ്റ് അല്ലേ ഗൈസ്? സെറ്റ് അല്ലേ? അടിപൊളി. അല്ല പൊതിയല് ശ്രീയാട്ടനേക്കോ പൊതിയല്. അത് ശരി. പൊതിയട്ടോ ഗൈസ്. കുറച്ച് മീനൊക്കെ ഇങ്ങോട്ട് അടുപ്പിച്ചടുപ്പിച്ച് കൊടുക്കണം. ഓക്കെ, എങ്ങനെയായാലും കുഴപ്പമില്ല. നല്ല അടിപൊളി പൊതിഞ്ഞാ മതി. റബ്ബർ ബാൻഡ് തരാം. നമ്മൾ നേരെ മേളിലേക്ക് വെക്കുന്നു. ഓക്കെ, റെഡി. സെറ്റ്. ഞാൻ സത്യം ഫസ്റ്റ് ടൈം ഉള്ള പരീക്ഷണമാണ് കേട്ടോ ഇത്. സിമ്പിൾ ആയിരിക്കാം, എന്നാലും വീട്ടില് പൊതിച്ചോറ് ഉണ്ടാക്കാന്ന് പറയുമ്പോഴേ ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ്. ഞാൻ ഫസ്റ്റ് ടൈം ഉണ്ടാക്കുന്നത്. ഇത് സിമ്പിൾ. ഇനി തൊട്ട് കഴിഞ്ഞാൽ സെറ്റായി. ഇനി ഇത് എപ്പോഴും തുറക്കണ്ടേ? നമുക്കൊരു അരമണിക്കൂർ കഴിയണ്ടേ? അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്കിത് തുറക്കാം. അരമണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ നമ്മൾ പപ്പ വരൂ, എന്റെ സ്പെഷ്യൽ ഐറ്റം കഴിക്കാൻ വരൂ. അപ്പ വരൂ അപ്പ, കമോൺ ഇരിക്കൂ. സ്പെഷ്യൽ ഇതാണ്, ഇത് പൊതിഞ്ഞു വെച്ചിരിക്കുകയാണ് സ്പെഷ്യല്. കണ്ടോ? ഇനി തുറക്കൂ. എന്തല്ലേ സെറ്റപ്പ് അല്ലേ? രണ്ട് ഗൈസ്, പപ്പ നല്ല കോട്ടൊക്കെ ഇട്ടിരിക്കുന്നുണ്ട്, കാരണം സെറ്റർ ഇട്ട് നല്ല തണുപ്പ് കാരണം കേട്ടോ. അപ്പൊ നമ്മള് പൊതിച്ചോറ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നല്ല കളർഫുൾ ആണ് തോന്നുന്നു എനിക്ക്. പറയും നിങ്ങൾ ഇതിങ്ങനെ ഇളക്കുക, ചമ്മന്തി കൂട്ടി. ഓക്കെ, കുറച്ച് ഇതില്ലേ തോരൻ അതിട്ട് ഇളക്കുക. പിന്നെ നല്ല ഓംപ്ലേറ്റ് അതും കുറച്ചൊന്ന് പൊടിക്കുക. പിന്നെ ഇതേ മീന്, അത് നമുക്ക് എടുക്കാം. എന്നിട്ട് ഇങ്ങോട്ട് പിടിക്കുക. ചമ്മന്തി എല്ലാം ഉണ്ട്. എന്നിട്ട് ഞാൻ പിടിക്കുക. ഓക്കെ, അറ്റാക്ക്. അപ്പൊ ഗൈസ്, പപ്പ നല്ല സ്റ്റൈലിൽ കഴിക്കുന്നത് കാണിച്ചു തരാം. അടിപൊളിയാണെന്നാണ് പപ്പ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.
മീനൊക്കെ കൂട്ടി നല്ല സെറ്റപ്പിൽ കഴിക്കുന്നുണ്ട്. അതായത് ഇനി എനിക്ക് ഇതുണ്ടല്ലോ ഇത്ര നേരം കഴിയണം, ഒരു മണിക്കൂറെങ്കിലും കഴിയണം. നമ്മളിപ്പോൾ അത്ര നേരം വെയിറ്റ് ചെയ്തിട്ടാണ് എടുത്തത്. അപ്പം എല്ലാവരും അതുപോലെ ട്രൈ ചെയ്യുക, സൂപ്പർ ആയിരിക്കും. അല്ല ഇനി ഞാൻ കഴിക്കണ്ടേ? കഴിച്ചോ, വേണമെങ്കിൽ കഴിച്ചോ ഗൈസ്. എന്താ ഗൈസ് ഇവരിങ്ങനൊക്കെ പറയുന്നത്? എനിക്ക് വരുത്തരുത്. അങ്ങനെ പൊതിച്ചോറൊക്കെ ഇപ്പൊ കഴിച്ചു, കൊള്ളായിരുന്നു കേട്ടോ, അടിപൊളിയാണെന്ന് ഇവർ പറഞ്ഞിട്ടോ ഗൈസ്. നല്ലതായിരുന്നു. കാരണം ഇടയ്ക്കൊക്കെ നമുക്ക് ഒരു വ്യത്യാസം വരുത്താൻ വേണ്ടിയിട്ട്, രുചി വ്യത്യാസത്തിൽ നല്ലതാണ് കേട്ടോ. എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കാം ഇടയ്ക്കിടയ്ക്ക്. ഒരുവിധം പേര് ഉണ്ടാക്കുന്ന തന്നെയാണ് ഇത്, ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നത് അതുള്ളൂ ഗൈസ്. അല്ലാതെ പൊതിച്ചോറ് വലിയ സംഭവമായിട്ട് പറയല്ല. ഞാൻ ഫസ്റ്റ് ടൈം ഞാൻ കുക്ക് ചെയ്യാൻ പഠിച്ചതന്നെ കല്യാണം കഴിഞ്ഞിട്ടാണ് വേറെ കാര്യം. അപ്പൊ എന്തായാലും ഇടയ്ക്കൊക്കെ നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ നാട്ടില് ക്ലൈമറ്റിന്റെ കാര്യം പറഞ്ഞിരുന്നു. തണുപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല തണുപ്പ്. അപ്പം എല്ലാവർക്കും ടൂറൊക്കെ വരാൻ പറ്റിയതാണ്. ഇപ്പൊ എല്ലാവരും ഈ മാസം തന്നെ ടൂറൊക്കെ വരിക. പിന്നെ നമ്മുടെ വീടിന്റെ ഓപ്പോസിറ്റ് ഒരു ഹോം സ്റ്റേ ഉണ്ട് കേട്ടോ. ഇവിടെ ഹോം സ്റ്റേ ഉണ്ട്. ഇവിടെ മാത്രമല്ല കുറച്ച് ഏരിയയിലായിട്ട് എവിടെയെല്ലാം ഉണ്ട്. അപ്പോൾ ഈ 31st വരാൻ വേണ്ടി നിൽക്കേണ്ടതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം എന്താ വെച്ചാൽ റൂംസ് ഇല്ല. നമ്മുടെ തേക്കടിയിലും കുമളിയിലും ഒന്നും ഒരിടത്തും റൂം എന്ന് പറയുന്നത് 24-ാം തീയതി, അതായത് ക്രിസ്മസിനില്ലായിരുന്നു. അതുപോലെ തന്നെ 31-ാം തീയതി നോക്കിയിട്ട് റൂം അവൈലബിലിറ്റി ഒക്കെ നോക്കിയിട്ട് നിങ്ങൾ ഇറങ്ങാവുള്ളൂ. എന്തായാലും നല്ല ക്ലൈമറ്റാണ് ഈ ഒരു സമയത്ത്, അതായത് ജനുവരി ഒരു പകുതിക്ക് മുമ്പും ഡിസംബർ ഇപ്പോഴും ലാസ്റ്റും ആ ഒരു ടൈമിൽ മൂന്നാർ, കുമളി, വാഗമണ്ണ് ഒക്കെ വരാൻ പറ്റിയ ക്ലൈമറ്റാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. അതുപോലെ തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് പാട്ട്, അതും കൂടി ഒന്ന് പോയി നോക്കണേ. നല്ലതാണെങ്കിൽ നല്ലതെന്ന് വേണം, മോശമാണെങ്കിൽ മോശം എന്ന് പറയണം. ഓക്കെ, ബൈ.